നമുക്കേവർക്കും പ്രിയങ്കരനായ അർജുൻ വിട പറഞ്ഞു എന്നത് വ്യക്തമാണ്. അർജുൻ്റെ DNA പരിശോധന ഇന്നും നാളെയുമായി നടക്കും. ഒരു പക്ഷേ എങ്കിൽ ശനിയാഴ്ച അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഷിരൂരിൽ തങ്ങുന്ന ബന്ധുക്കളും ലോറി ഉടമയുമൊക്കെ. കിംസ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. അതായത് കാർവാറിലെ കിംസ് ആശുപത്രിയിലാണ് അർജുൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ലോറി ഇപ്പോൾ പുറത്തെടുക്കുന്ന ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോറി കരയ്ക്കെത്തിച്ച ശേഷം വീണ്ടും ക്യാബിൻ ഭാഗം വിശദമായി പരിശോധിക്കും. കാരണം ഇന്നലെ ഒരു 75% മൃതദേഹാവശിഷ്ട ഭാഗം മാത്രമേ കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വേണം ആശുപത്രിയിൽ എത്തിക്കാൻ. പിന്നീടാകും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഇന്ന് തന്നെ DNA സാമ്പിൾ അയക്കും. അത് നടക്കുന്നത് ഹൂബ്ലിയിലെ FSL, അതായത് ഫോറൻസിക് ലാബിലാണ് ഈ DNA പരിശോധന നടക്കുന്നത്. DNA പരിശോധനാ ഫലം കിട്ടി മൃതദേഹം അർജുൻ്റേതാണെന്ന് ഉറപ്പിച്ച ശേഷമാകും മൃതദേഹം കൈമാറ്റം നടക്കുന്നത്, ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. അതിന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചിലവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കുമെന്ന് ഉറപ്പ് നൽകിക്കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് ചില സംഭവങ്ങളുണ്ട്. കർണാടക സർക്കാരിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം തിരച്ചിലിനുള്ള മുഴുവൻ ചെലവും വഹിച്ചത് കർണാടക ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ നേവി, ഈശ്വർ മൽപ്പ എന്ന മുങ്ങൽ വിദഗ്ധൻ, അങ്ങനെ തുടങ്ങിയ കുറേ ആളുകളോട്, പ്രത്യേകിച്ച് കാർവാർ MLA സതീഷ് കൃഷ്ണ, ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേയെങ്കിൽ ആദ്യഘട്ടത്തിൽ കർണാടക സർക്കാരോ കർണാടകയിലെ അവിടെയുള്ള പ്രാദേശിക നേതാക്കളോ ഒന്നും തന്നെ ഇത്രയധികം സമ്മർദ്ദത്തിലാകുമായിരുന്നില്ല. കാരണം ഒരു ലോറി തൊഴിലാളിക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരും MP-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കർണാടക ഗവൺമെൻറ്റിൽ. നേവിയെ കൊണ്ടുവരുന്നതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സുരേഷ് ഗോപിയുടെ സമ്മർദ്ദം വഴി സാധിച്ചിരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ കേരളം എന്നും നന്ദിയുള്ള ആളുകളായിരിക്കും, കടപ്പെട്ടിരിക്കുന്നു. അർജുൻ്റെ മരണം ഒരു നാടിനെ ആകെ ഉലച്ചിട്ടുണ്ട്. ആ വീട്ടുകാരെ മാത്രമല്ല, നാടിനെ ആകെ ഉലച്ച ദുരന്തമായി വയനാട് ദുരന്തം പോലെ, വയനാട് ദുരന്തത്തിൽ ഒത്തിരി ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോകുന്ന, നമ്മളെ വിട്ടുപിരിയുന്ന സംഭവവും സങ്കടവും ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൃദയത്തിൽ നിന്ന് ഒരു ഭാഗം അടർന്നു പോകുന്ന മാതിരിയുള്ള വേദനയാണ് അർജുൻ്റെ വിയോഗം തരുന്നത്. ആ വേദനയിൽ നിന്നുകൊണ്ടാണ് ഈ കടപ്പാടുകളൊക്കെ അറിയിക്കുന്നത്. ഇനി അർജുൻ്റെ അമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വാസ്തവത്തിൽ ശരിയാണ്. അവർക്ക് ഗംഗാവാലി പുഴയിൽ അർജുൻ അവസാനം ജീവനോടെ ഇരുന്ന സ്ഥലത്ത് ഒന്ന് പോയി പൊട്ടിക്കരയണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതും ഒരുപക്ഷെയെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അർജുൻ വിടവാങ്ങി എന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം. കാരണം DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് കിട്ടിയ മൃതദേഹ ഭാഗങ്ങൾ അർജുൻ്റേതാണെന്ന് 100% ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. കാരണം അർജുൻ ക്യാബിനകത്ത് ഉറങ്ങാൻ പോവുകയാണെന്ന് ആയിരുന്നു അവസാന സന്ദേശം വരുന്നത്. ഇതിനിടയിൽ അർജുൻ്റെ ഈ മണ്ണിടിച്ചിലുണ്ടായി. അർജുൻ്റെ ഫോണിൽ 2-3 തവണ റിങ് ചെയ്തു. ഇതൊക്കെ ആ ദിവസങ്ങളിൽ, അതായത് ജൂലൈ 16, 17 ആ ദിവസങ്ങളിൽ ഏറെ പ്രതീക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പിന്നീട് ഗംഗാവാലി പുഴയിൽ 12 മീറ്ററോളം താഴ്ചയിൽ ലോറി മുങ്ങിക്കിടപ്പുണ്ട് എന്ന നേവിയുടെ സോണാർ സിസ്റ്റമൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ലോറി ഇവിടെ തന്നെ ഉണ്ട്, പുഴയിൽ ഉണ്ട് എന്ന കണ്ടെത്തലിൻ്റെ ഭാഗമായാണ് തിരച്ചിൽ നടന്നത്. അപ്പോൾ നേവി നിർദ്ദേശിച്ച 4 പോയിന്റുകളിൽ 2ാമത്തെ പോയിന്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ട്രക്കും അതുപോലെ തന്നെ മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയത്. മൃതദേഹ ഭാഗങ്ങൾ ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് അർജുൻ്റേതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമെങ്കിലും സാങ്കേതികത്വം ബാക്കിയാണ്. DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ മൃതദേഹം അർജുൻ്റേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അമ്മയും ബന്ധുക്കളും ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ഗംഗാവാലി പുഴയിലെത്തി അർജുന് അന്തിമോപചാരം അർപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കരയണം മകന് വേണ്ടി എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ കണ്ണീർ വേദന നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പോൾ ട്രക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്. ഇന്ന് ഒരു 10-11 മണി ആകുമ്പോൾ തന്നെ ട്രക്ക് കരയ്ക്ക് പൂർണ്ണമായ തോതിലെത്തിക്കും. കഴിഞ്ഞ ദിവസം ട്രക്ക് കയറ്റുന്നതിനിടയിൽ ഇരുമ്പ് വടം പൊട്ടി ലോറി വീണ്ടും പുഴയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ 2 വടം ഉപയോഗിച്ചാണ് ലോറി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോറി കരയ്ക്ക് കയറ്റിയ ശേഷം വീണ്ടും ക്യാബിനുള്ളിൽ വിശദമായ പരിശോധന നടക്കും. മൃതദേഹത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതുകൂടി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക. അതിനെ തുടർന്ന് DNA പരിശോധനാ ഫലം, അതായത് ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കുന്ന DNA പരിശോധനാ ഫലം ഏറെ നിർണായകമാണ്. DNA പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമാകും മൃതദേഹം കൈമാറുന്നത് ബന്ധുക്കൾക്ക്. മൃതദേഹം കർണാടകയിൽ നിന്ന്, അതായത് ഷിരൂരിൽ നിന്ന്
കോഴിക്കോട് വരെ എത്തിക്കുന്നതിനുള്ള ദൗത്യം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതാണ് അർജുൻ്റെ കാര്യത്തിൽ പറയാൻ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.